ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വോയിസ് ഓഫ് കെ. ഞാൻ കുറേ ന്യൂസും അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ കട്ട്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് വലിയൊരു സമരം നടക്കുന്നു. ഡൽഹിയിൽ ഇപ്പോൾ ഒരു സമരം കഴിഞ്ഞതിന് ശേഷം ആൾക്കാരെ നിങ്ങളെല്ലാവരെയും ശ്രദ്ധ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിക്കുന്നു. കാരണം വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഓണം, വിഷു ഒക്കെ പോലെ കാണുന്ന ഒരു സംഭവമാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറച്ച് PSC ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്ന ഒരു വിഷയമാണ്. അത് എത്തുന്നതിന് മുമ്പിൽ നമുക്ക് ഡൽഹിനെ പറ്റി സംസാരിക്കാം. നമ്മുടെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസർമാർ, ഇങ്ങനെ 100 കണക്കിന് പേര് അറ്റൻഡ് ചെയ്തിട്ട് വിജയിപ്പിച്ച ഒരു സമരമാണ് എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഡൽഹിയിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. അവർക്കെതിരെയൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണപക്ഷത്തെ ആൾക്കാരും സംസാരിക്കുന്നത് എത്രത്തോളം ആയിരുന്നു എന്ന് നമ്മളെല്ലാവരും കേട്ടതാണ്. പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഏത് കാലഘട്ടം മുതലാണ് സെലിബ്രിറ്റീസ്, ഫിലിം ആക്ടേഴ്സ് നമ്മുടെ PSCയുടെ വിഷയത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത് എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് പോകുന്ന മുമ്പായിട്ട് എന്താണ് PSCക്കെതിരെ ഇവരിപ്പോൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ PSCയുടെ ഒരു കുറ്റത്തെ പറ്റി എന്താണ് അവർ സംസാരിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഈ സമരമുഖത്ത് ഞാൻ കൂടുതൽ കണ്ടൊരു മുഖം, ആ ഒരു വ്യക്തിയുടെ വീഡിയോ നമുക്കൊന്ന് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമുക്കൊന്ന് കാണാം. മരണം വരെയുള്ള നിരാഹാര സത്യാഗ്രഹം CM-നെ കണ്ടതിന് ശേഷം, അദ്ദേഹത്തിന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം ഇതിൽ കൈക്കൊള്ളുമെന്നുള്ള കാര്യം അറിയിക്കാനാണ് ഇന്ന് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടിയത്. ഇവിടെ നീതി തരാതെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജന്തർ മന്ദറിൽ പോയിട്ട് ആ പ്രക്ഷോഭത്തിന് നിങ്ങൾ പിന്താങ്ങിയത്? എന്ത് ന്യായത്തിന് വേണ്ടി, എന്ത് നീതിക്ക് വേണ്ടിയാണ് നിങ്ങൾ അവിടെ പോയി വിലപിച്ചത് എന്നുള്ള കാര്യം സ്വയം ചിന്തിച്ചു നോക്കുക. ഒരാഴ്ച കൊണ്ട് തീരുമാനമെടുക്കേണ്ട ഒരു വിഷയം. ഓക്കെ, നിരാഹാരം വരെ അല്ലെങ്കിൽ മരണം വരെയൊക്കെ സമരം ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാൻ ഒരു ചെറിയൊരു കണക്ക് പറയാം കേട്ടോ. 2011 മുതൽ കഴിഞ്ഞ ഈ വർഷം 2026 വരെ എല്ലാ വർഷത്തിലും ഇതുപോലുള്ള സമരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എത്ര നാൾ ഇതുപോലെ ഇരുന്ന് സമരം ചെയ്യാൻ പറ്റും? അവർ മാക്സിമം ശ്രമിക്കും, വീണ്ടും ഒഴിഞ്ഞു പോവും, അടുത്ത ടീം വരും, അവിടെ സമരം ചെയ്യും, പോകും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളെ ഞാൻ കുറ്റം പറയല്ല കേട്ടോ. അത് എന്താ ഞാൻ അത്തരത്തിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, 2011 മുതൽ 26 കാലഘട്ടം വരെ നടക്കുന്ന സംഭവങ്ങളിൽ ഒരു തീർപ്പായിട്ടില്ല. എല്ലാ പ്രാവശ്യവും അവിടെ പോയിരിക്കുന്നു, സമരം ചെയ്യുന്നു, തിരിച്ചു വരുന്നു, ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. ഇത് മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒഴിവുകൾ സമയത്തിന് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് 2011 ഏകദേശമാണ് പറയുന്നത്. ഞാൻ എടുത്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 2011 മുതൽ 26 കാലഘട്ടം വരെ നിങ്ങൾ പറയുന്ന പ്രധാന കാര്യം, ഉദ്യോഗസ്ഥർ പറയുന്ന പ്രധാന കാര്യമാണ് ഒഴിവുകൾ സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, അതിനനുസരിച്ച് അപ്പോൾ വേക്കൻസി കിട്ടുന്നില്ല എന്നൊക്കെ. ഓരോ മുക്കിനും മൂലയ്ക്കും PSC സെൻറ്ററുകൾ സ്ഥാപിക്കുന്നുണ്ട്, അതിന് അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്, കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പക്ഷേ ജോലി മാത്രം കിട്ടുന്നില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ ഈ നിയമനങ്ങൾ നിങ്ങളിപ്പോൾ സർക്കാരിൻ്റെ അടിസ്ഥാനത്തിൽ, അപ്പോൾ സാമ്പത്തിക വ്യവസ്ഥ ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിയമനങ്ങൾ നിങ്ങൾക്ക് നടത്താം. അതൊക്കെ സർക്കാരിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളിടുന്ന റാങ്ക് ലിസ്റ്റുകൾ 100 പേരെ എടുക്കണമെങ്കിൽ 1000-2000 പേർ റാങ്ക് ലിസ്റ്റ് ഇടുന്നതിൻ്റെ ആവശ്യകത. അപ്പോൾ ഒഴിവുകൾ ഉണ്ടെങ്കിൽ അത് നികത്താത്തത് എന്തുകൊണ്ട്? പിൻവാതിൽ നിയമനം, അങ്ങനെ പല പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോകേണ്ടത് ഇപ്പോൾ നടക്കുന്ന പ്രശ്നത്തില കേട്ടോ. 2011 മുതൽ 13 കാലഘട്ടങ്ങളിൽ PSCക്കെതിരെയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരങ്ങളും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. 2011 മുതൽ 13 വരെ വിവിധ വകുപ്പുകളിൽ ഒഴിവുകൾ, വാക്കൻസീസ് സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, നിയമനം വൈകിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആൾക്കാർ വന്നിട്ടുണ്ട്, സമരം നടത്തിയിട്ടുണ്ട്, മുട്ടിലെറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല പ്രക്രിയയും വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നേരെ 2014-16 കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ റാങ്ക് ലിസ്റ്റുകൾ കാലാവധി തീരുന്നതിന് മുമ്പ് ആവശ്യത്തിന് നിയമനങ്ങൾ നടക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു സമരവും വിജയിച്ചില്ല എന്നല്ല കേട്ടോ. ചില സമരങ്ങളിൽ ചില ആനുകൂല്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഈ കോൺഗ്രസ് മന്ത്രിസഭ വന്ന് ആ ഒരു ടൈമിൽ SIയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൂടുതൽ ആൾക്കാർ എടുത്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തു നമ്മൾ പറയണമല്ലോ. 2017 ബാക്ക്ലോഗ് ഒഴിവുള്ള റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ട്. 19 അറിയാലോ, പേപ്പർ കോപ്പി അടി, പോലീസ് കോൺസ്റ്റബിൾ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. 20 കോവിഡ് ഉണ്ട്. 21 PSC റാങ്ക് ഹോൾഡേഴ്സുമാരുടെ വലിയൊരു സമരം നടക്കുന്നുണ്ട്. 22 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. 24 ചില റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും നിയമനം ലഭിക്കാതിരുന്നിട്ടുണ്ട് സമരം. ഇങ്ങനെ എല്ലാ വർഷങ്ങളിലും ഓണവും വിഷുവും വരുന്ന പോലെ സമരം നടക്കുന്നതാണ്. സാധാരണ ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യത്തിന് സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് 10-50 ദിവസം സമരം ചെയ്തിട്ട് അടുത്ത ജീവിത ലക്ഷ്യം തേടി പോകേണ്ടി വരും. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് നടക്കുകയാണ്. ഇതിനി ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇതിനൊരു ഫുൾ സ്റ്റോപ്പാണ് നമുക്ക് ആവശ്യം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. കാരണം ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവുന്നില്ലെങ്കിൽ കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് നടക്കുന്ന നാടകം തന്നെ പറയാം, അത് വീണ്ടും നടക്കും. പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യാനുള്ളൊരു പരിധിയുണ്ട്. കാരണം അവർക്കൊരു വീടുണ്ട്, കുടുംബമുണ്ട്, പിന്നെ അവർക്ക് ആ ജീവിത മാർഗങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള അടുത്ത വഴികളിലേക്ക് തേടി പോകണം. അവരെ സമരം ഇരിക്കാനോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ ഇല്ല. ഈ സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസുമാരോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളോ ആരെങ്കിലും ഒരാൾ അവിടെ നിന്ന് നിരാഹാരം കിടക്കുമോ? അല്ലെ ഏതെങ്കിലും ഒരു പ്രശസ്തനായ ഒരു വ്യക്തി അവിടെ വന്ന് നിരാഹാരം കിടന്ന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യം നമ്മുടെ യുവാക്കളുടെ, ഇപ്പോൾ പാറ്റ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ തൂക്കിയെടുത്ത് കളഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലുള്ള ഒരു സപ്പോർട്ടാണ് ആവശ്യം, ഒരു യുവത്വത്തിൻ്റെ സപ്പോർട്ട്. ഈ പറയുന്ന വേർഡുകളിൽ അവിടെ ടീച്ചേഴ്സിൻ്റെ ഒരു സമരം നടക്കുന്നുണ്ട്. ടീച്ചേഴ്സല്ല, അവർ LPST അവരെ ആ പോസ്റ്റിന് അങ്ങനെയാണ് പറയുന്നത് തോന്നുന്നു. UP സ്കൂൾ LP സ്കൂൾ ടീച്ചേഴ്സ്മാരുടെ ആ സമരത്തിൽ ഒരു ചേച്ചി പറയുന്നുണ്ട്, സത്യാഗ്രഹങ്ങളിൽ സത്യാഗ്രഹം, നിരാഹാരം എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ ഞങ്ങൾ ചെയ്യാം. പക്ഷേ ഇത് വെറും വാക്കുകളിലാവരുത്. ഇത് ലോങ് ടേമിലേക്ക് പോകണം, സമരത്തിന് കറക്റ്റായ ആൻസർ കിട്ടുന്നവരെ. കാരണം 4 ജില്ലകളിൽ 1ാം റാങ്കുകാരന് പോലും ജോലി കിട്ടിയില്ല എന്ന് പറയുന്നത് വലിയൊരു കുറവ് തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ, പേഴ്സണലി. അപ്പോൾ റാങ്ക് ലിസ്റ്റുകൾ പ്രശ്നങ്ങളും പിൻവാതിൽ നിയമനങ്ങളും പ്രകൃതിക്ഷോഭവും ഒക്കെ കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്ന വളരെ ചുരുക്കം പേർക്കാണ്. അപ്പോൾ അതിലുപരി സ്ഥാപനങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സ്ഥാപനങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്, അവർ തമ്മിൽ മത്സരങ്ങൾ നടക്കുന്ന, അങ്ങനെ പല കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണക്കാരനായ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിശ്വസിക്കുന്ന ഒരു സർക്കാരിന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ് നിങ്ങൾ കൃത്യമായ റാങ്ക് ലിസ്റ്റിലിടുക. 10 ഒഴിവാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ 15 ഒഴിവിനിട്ടോളൂ. അതിനുള്ള ആൾക്കാരെ നിങ്ങൾ എടുക്കണം. അതിന് 10 ഒഴിവിന് 200 ആൾക്കാരെ എടുത്ത് അതിൽ നിന്ന് 10 ആൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സിസ്റ്റം അല്ല. കൃത്യമായ പ്ലാനിങ് PSCക്ക് ഉണ്ടാവണം. ഇത് ഞാനെന്നല്ല, വർഷങ്ങളായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. കൃത്യമായ പ്ലാനിങ് ഇല്ലായ്മയാണ് 100 കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സമയം വെറുതെ പോകുന്നത്. നിങ്ങൾ ഈ PSC ജോലി കൊടുക്കുന്നത് അവർ മറ്റു മാർഗങ്ങൾ തേടിപ്പോവും, അല്ലെങ്കിൽ വെറും മറ്റ് എക്സാംസിന് പഠിക്കും. അപ്പോൾ അവരെ സമയങ്ങൾ ഇപ്പോൾ ഒരു 5 പേർക്ക് വേണ്ടിയിട്ട് 1000 പേർ ലിസ്റ്റ് ഇടുന്നു, അല്ലെങ്കിൽ ഒരു 500 പേർക്ക് വേണ്ടി 1000 പേർ ലിസ്റ്റ് ഇട്ടാൽ ബാക്കി 500 പേരും ഇതിന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. 500 കുടുംബങ്ങൾ, ആയിരക്കണക്കിന് ആൾക്കാർ. നിങ്ങൾക്കിത് മനസ്സിലാകണമെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയായി നിങ്ങൾ ക്ലാസ്സിന് പോയി പഠിച്ച് അതിൻ്റെ വിഷമം, പൈസ ഇല്ലായ്മ, ബുദ്ധിമുട്ട്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. കാരണം വെച്ചാൽ എനിക്കറിയുന്നവരും എൻ്റെ കൂട്ടുകാരും ഒക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്നതും അതുപോലെ തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതും അങ്ങനെ പല പ്രശ്നങ്ങളും. ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് നിങ്ങളെ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ പാറ്റകളൊരു വിദ്യാഭ്യാസ മന്ത്രിയെ തൂക്കിക്കളഞ്ഞ പോലെ കേരളത്തിൽ ഇതുപോലൊരു സമരം അല്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരം, നമ്മൾ നേടിയെടുത്തതെല്ലാം ഇതുപോലെ സമരത്തിലൂടെ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ആരും നമ്മളെ മുമ്പ് കൊണ്ടുതന്നൊന്നല്ല. അപ്പോൾ ഈ ഒരു സമരമെങ്കിലും സക്സസീവായിട്ട് മുന്നോട്ട് പോകണം. കാരണം വെച്ചാൽ എല്ലാ പ്രാവശ്യം പോലെ 10 ദിവസം സമരം വിളിച്ച് അല്ലെങ്കിൽ 200 ദിവസം ചെയ്ത് അല്ലെങ്കിൽ 300 ദിവസം ചെയ്ത് ലാസ്റ്റ് സപ്പോർട്ട് കിട്ടാതെ വിദ്യാർത്ഥികൾ അവിടുന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ ആർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ യുവാക്കളാണ് ഇതിനെ തീരുമാനിക്കേണ്ടത്. ഈ യുവാക്കൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലേക്ക് എത്തിപ്പെടാനും കാര്യങ്ങളൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഒഴിവുകൾ സമയത്തിന് റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ
ഒഴിവുകൾ സമയാസമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു എക്സാം നടത്തരുത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകരുത്. അതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ പ്രതീക്ഷകൾ കൊടുക്കുന്നതുകൊണ്ടാണ് അവിടെ വന്ന് മുട്ടിലഴിഞ്ഞിട്ടും മണ്ണ് നിന്നിട്ടും ഒക്കെ വിദ്യാർത്ഥികൾ, യുവാക്കൾ ആ റോഡ് കിടന്ന് എന്താ പറയുക, കണ്ടു നിൽക്കാൻ പറ്റാത്ത അത്രയും രീതിയിൽ എഫേർട്ട് എടുത്തുകൊണ്ട് അവരൊരു അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളൊക്കെ വീട്ടിലെ ആൾക്കാരാണ് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവസ്ഥ. അപ്പോൾ പറ്റുന്ന കാര്യം മാത്രം ചെയ്യാം. പിന്നെ എനിക്ക് നിങ്ങളോട് പേഴ്സണലി പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത യുവാക്കളാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ചെയർ വാങ്ങിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം എനിക്കിത് പറയാനുള്ളത് ഇപ്പോഴത്തെ PSC ഹോൾഡർമാരോട്, അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന തലമുറയോട്, അല്ലെങ്കിൽ PSCക്ക് വേണ്ടി പഠിക്കുന്നവരോടാണ്. നിങ്ങൾ ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ PSCയിലേക്ക് ഇറങ്ങാവട്ടോ. ഇത് കേരളമാണ്, ഇതിങ്ങനെയാണ്. കാരണം നിങ്ങൾ സമരം ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ മാത്രമേ എക്സാം, ഫിസിക്കൽ അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം, ഇതൊന്നുമല്ല കേരള PSCയുടെ മാനദണ്ഡം. നിങ്ങൾ നന്നായിട്ട് സമരം ചെയ്യാനും കൂടി കഴിവുണ്ടെങ്കിൽ മാത്രമേ PSC എക്സാം എഴുതാൻ പാടുള്ളൂ കേട്ടോ. 1ാം റാങ്ക് കിട്ടിയാലും ചിലപ്പോൾ ജോലി കിട്ടണമെന്നില്ല. അപ്പോൾ സിസ്റ്റത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സിസ്റ്റം മാറ്റണം. പിന്നെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ഈ സമരം, ഈ ടീച്ചേഴ്സുമാർ നടത്തുന്ന സമരം ഫെയിലിയർ ആകുകയാണെങ്കിൽ അടുത്തൊരു സൈക്കിൾ ഇതുപോലെ വീണ്ടും വരും, ഒരു ടീം സമരമായിട്ട്. നിങ്ങളിത് സക്സസ് ആക്കുകയാണെങ്കിൽ, പാറ്റകൾ ചെയ്തതുപോലെ ഒരു സ്റ്റെപ്പും മുന്നോട്ട് വെക്കുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നൂറുകണക്കിന് ആൾക്കാർ, ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എത്രത്തോളം അത് ഈ പാറ്റകൾ കോർഡിനേറ്റ് ചെയ്ത പോലെ, അല്ലെങ്കിൽ CJP പാർട്ടിയൊക്കെ കോർഡിനേറ്റ് ചെയ്ത പോലെ ഇതിലേക്ക് നേതൃത്വത്തിലൂടെ വരികയാണെങ്കിൽ എന്നേക്കുമായിട്ട് PSCയുടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ PSC മൂലം ഉണ്ടാവുന്ന സാധാരണ ജനങ്ങൾക്കുണ്ടാവുന്ന ഇഷ്യൂസൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഭരണകൂടത്തോട് ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്. നിങ്ങളിരിക്കുന്ന കസേല കഴിഞ്ഞ 10 വർഷത്തെ ജനങ്ങളുടെ പ്രതിഷേധമാണ്. നിങ്ങളിരിക്കുന്ന കസേലയ്ക്ക് അടുത്ത 5 വർഷമാണ് ആയുസ്. കാരണം തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ വിജയമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ, നമ്മൾ വിദ്യാർത്ഥികൾക്കും പുതുതലമുറക്കും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ വലിയ കാര്യം പോലെ ഡൽഹിയിലൊക്കെ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ, ഘോരം പ്രസംഗിച്ച പോലെ, നിങ്ങൾ MLA മാരും മന്ത്രിമാരൊക്കെ സംസാരിച്ച പോലെ നിങ്ങൾക്ക് ചെറിയൊരു സ്റ്റെപ്പ് ഇതിൽ വെക്കാൻ പറ്റിയ നാളത്തെ ചരിത്രമായിരിക്കും. അപ്പോൾ 2011 മുതൽ 26 വരെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിനു മുമ്പും ഇതേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന തലമുറ ഇങ്ങനത്തെ ഒരു സൈക്കിളിലേക്ക് ഉൾപ്പെടാതിരിക്കട്ടെ. പിന്നെ എനിക്ക് പുതുതലമുറയോട് പറയാനുള്ളത്, നിങ്ങൾ ഫിസിക്കലിലും അതുപോലെ വിദ്യാഭ്യാസത്തിലും മുന്നിലായ പോരാ, സമരം ചെയ്യാനും കൂടി പഠിക്കണം. കാരണം അങ്ങനെയെങ്കിൽ മാത്രമേ ഈ കേരളത്തിൽ ഗവൺമെൻറ് ജോലി കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.